അത് കൊള്ളോ സൂപ്പറാണോ? രസം പഴം രസം പഞ്ചസാര എന്തെങ്കിലും അരുചി വല്ലതും ഉണ്ടോ? അല്ല ഇച്ചിരി പഴം ഉണ്ടായിരുന്നേ സൂപ്പറായിരുന്നു അല്ലേ? പഴം ഇല്ലെങ്കിലും അടിപൊളിയാണ്. ഇച്ചിരി തേങ്ങ കൂടുതൽ ചേർത്തിട്ടുണ്ടല്ലോ. റാഗിയുടെ ചൊവ എന്തെങ്കിലും കേട്ടോ, ചൊവ പോലെ ഒന്നുമില്ല. റാഗിയൊന്നും പറയത്തില്ല. പറയത്തില്ല അത് തന്നെ. പക്ഷെ രണ്ടും കൂടെ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? സെറ്റാ. അങ്ങനെ എല്ലാ തിങ്കളാഴ്ചയാണ് നമ്മുടെ സാധനം മേടിയിൽ. അറിയാമല്ലോ, ചേട്ടായി മുട്ടയും കൊണ്ട് പോകുമ്പോൾ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, അടുത്തൊക്കെ ഉള്ള കടകളിൽ നിന്ന് മേടിക്കുമായിരുന്നു. ഇപ്പം കടകളൊന്നും അടുത്ത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ചേട്ടായി തിങ്കളാഴ്ച ദിവസം മുട്ട കൊടുക്കാനൊക്കെ പോകുമ്പോഴാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ തിങ്കളാഴ്ചയെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചേട്ടയുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഈ ആഴ്ച സാധനം മേടിക്കേണ്ട, അത്യാവശ്യം അരിയൊക്കെ മേടിച്ചാൽ മതി, ബാക്കി സാധനം നമുക്ക് അടുത്ത ആഴ്ച മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച 8 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ കാപ്പിക്ക് നോക്കിയപ്പോൾ എന്ത് കാപ്പിക്ക് ഒന്നുമില്ല, എല്ലാം തീർന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണേ നമ്മുടെ റാഗിപ്പൊടിയും നമ്മുടെ ചോളപ്പൊടിയും ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ അത് എടുത്തൊരു പുട്ട് പുഴുങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം കേട്ടോ, അതായത് റാഗിപ്പൊടിയും ചോളപ്പൊടിയും തേങ്ങയും പിന്നെ ഉപ്പും. അപ്പോൾ 2 പൊടിയും എടുത്തു. നന്നായിട്ട് നനയ്ക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മുടെ മറ്റേ പുട്ടുപൊടി പോലെ അത്ര പാടില്ല, അരിപ്പുട്ടിൻ്റെ പോലത്തെ അത്രയും പാടില്ല. പെട്ടെന്ന് ഉപ്പും ചേർത്ത് നനച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കല്ലുപ്പ് കലക്കി വെച്ചിരിക്കുന്നു, ഇപ്പോൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഉപ്പ് കറക്റ്റ് ആകുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ കല്ലുപ്പ് ഉപയോഗിക്കാൻ, വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും നമുക്ക് അളവ് കറക്റ്റ് ആകുന്നില്ലായിരുന്നു. ഒന്നീ കൂടിപ്പോകും അല്ലെ കുറഞ്ഞു പോകും, അങ്ങനെയായിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമുക്ക് അളവൊക്കെ കറക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ എടുത്തേ നന്നായിട്ടിത് നനയ്ക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പഴയ ചട്ടിയാണ് കേട്ടോ, നമ്മുടെ നേരത്തെ പെരിയാറ്റിലുണ്ടായിരുന്നേ. പെരിയാറ്റിലായിരുന്നപ്പോൾ നമ്മളെ കാണാൻ വരുന്നവരും അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി കുടിക്കാനും ഒക്കെ ആയിട്ട് അവിടെ ഇച്ചിരി കഞ്ഞിവെപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടി അന്ന് വന്ന് ചട്ടിക്കകത്ത് കഞ്ഞി കുടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. നിങ്ങൾക്കറിയാമല്ലോ, ആദ്യം മുതൽക്ക് തന്നെ നമ്മുടെ കൃഷി സ്ഥലത്ത് ആളുകൾ കാണാൻ വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുമിളി വെച്ച് അങ്ങനെ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. പെരിയാറ്റി വെച്ച് നമ്മൾ ഇച്ചിരി നമുക്ക് വേണ്ടിയിട്ട് കഞ്ഞിയൊക്കെ വെക്കുമായിരുന്നു, ആൻസിയും രേഷ്മയൊക്കെ കൂടി. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ പങ്കുപറ്റാറുണ്ട്. അപ്പോൾ അതേ നമ്മൾ 2 പൊടിയും പൊടിച്ചെടുത്തു. അപ്പോൾ അത് നല്ല ഡെക്കറേഷനൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു പുട്ട്, അടിപൊളി പുട്ട് പുഴുങ്ങാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു കുക്കർ മേടിച്ചായിരുന്നേ. അത് കുക്കറിനകത്ത് അപ്പോൾ നമുക്ക് ചിരട്ടപ്പുട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് നേരത്തെ വീട്ടിലുണ്ടായിരുന്നേ. അപ്പോൾ എന്നാൽ പിന്നെ അതുണ്ട് വെച്ച ഉടനെ തന്നെ. ഇപ്പോൾ നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ജിനു ടേസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു. അതേ ഇപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുട്ട്. ഒരു ഭയങ്കര കേക്ക് പോലൊക്കെ കാഴ്ചയിൽ, എന്തോ നമ്മൾ ഭയങ്കര ഡെക്കറേഷൻ ചെയ്ത കേക്കൊക്കെ ഉണ്ടാക്കിയ പോലെ. ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും പറഞ്ഞു. പിള്ളേരും പറഞ്ഞു. പിന്നെ നമ്മുടെ വേറെ 2 പിള്ളേരിവിടെ ഉണ്ടല്ലോ, അവർക്കും കൊടുത്തു നോക്കി. അപ്പോൾ അവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. കാണാനും ഭയങ്കര രസമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനപ്പോൾ ഇതിന് നല്ല ഭംഗിയായതുകൊണ്ട് പല രീതിയിൽ വെച്ച് നമ്മൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. എന്നിട്ട് നമ്മുടെ ജിനുവിന് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ജിനുവിൻ്റെ അഭിപ്രായം, ജിനു എന്നോട് ചോദിച്ചു, ഞാൻ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേനും അമ്മ ആരെക്കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കും, ആരുടെ വീഡിയോ എടുക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. കാരണം അവന്മാരോട് എനിക്ക് അടിയും മല്ലും ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പഴയ പോലെയുള്ള വീഡിയോ ഒക്കെ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമല്ലേ. നിങ്ങളുണ്ടല്ലോ, പിന്നെ നമ്മൾ ഏത് രീതിയിലെടുത്താലും നമ്മളുടെ പരിമിതികളെ അറിഞ്ഞ് നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ കാണാൻ ഭയങ്കര രസമാണ്, പിന്നെ ടേസ്റ്റിലും നല്ല രുചി.